നമസ്കാരം. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്ത അവസരത്തിൽ വലിയൊരു വിവാദം കൂടി അതോടൊപ്പം ഉയരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ അതിനകത്ത് 5 പൈസ പോലും മുടക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റേതാണ് വലിയൊരു വിഹിതം. അതുപോലെ തന്നെ അദാനി മുതൽ മുടക്കിയിരിക്കുന്നതാണ് രണ്ടാമതായി വരുന്നത്. കേന്ദ്ര സർക്കാർ ഒരു കൈ നനയാതെ മീൻ പിടിക്കുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം നടത്തിയത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നുണ്ടെങ്കിലും 5 പൈസയുടെ ഒരു ചെലവ് ഈ പദ്ധതിയിലേക്ക് വേണ്ടി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ ചർച്ചയായി വരുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്നുള്ള രീതിയിൽ 817.80 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് മറ്റു പല പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇതുപോലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പ്രവർത്തിക്കുന്ന 72 പദ്ധതികൾക്ക് അടുത്ത കാലത്തായിട്ട് ഇതുപോലെ VGF അനുവദിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഒരു ഗ്രാൻഡായിട്ട്, ഒരു സഹായമായിട്ടാണ് ആ തുക അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഉണ്ടായൊരു തർക്കം എന്താണെന്ന് വെച്ചാൽ, അത് തിരിച്ചു നൽകണം എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിന് ഈ 817.80 കോടി രൂപയും തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. ഇപ്രകാരം VGF കൊടുത്തിട്ടുള്ള മറ്റൊരു പദ്ധതിക്കും ഇങ്ങനെ ഒരു തിരിച്ചടവിൻ്റെ ഒരു ബാധ്യത ആ സംസ്ഥാനത്തിന് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിമർശനം ആയിട്ട് ഉയരുന്നത്. ഇത് ഒരു PPP മോഡൽ പദ്ധതിയാണ്, അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലുള്ള ഒരു പ്രോജക്റ്റാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയും. അതിൽ സംസ്ഥാന ഗവൺമെൻറ്റും അദാനി പോർട്ട്സും പങ്കാളികളായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് ഇത് ഓപ്പറേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് വരുമാനം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ തുക തിരിച്ചടയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ന്യായമാണ് ഇവിടെ നിരത്തുന്നത്. അതേസമയത്ത് മറ്റു പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അതിൽ വരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിലും അവിടെയൊന്നും തിരിച്ചടയ്ക്കണമെന്നുള്ളൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചില പ്രധാനപ്പെട്ട ഇത്തരത്തിൽ VGF കൊടുത്തിട്ടുള്ള പദ്ധതികൾ ഒന്ന് നോക്കിയാൽ, പൂന മെട്രോ ലൈനിന് വേണ്ടി 1224.80 കോടി രൂപ ഇങ്ങനെ VGF ആയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈദരാബാദിലെ മെട്രോ റെയിലിന് വേണ്ടി 1458 കോടി രൂപ VGF അനുവദിച്ചിട്ടുണ്ട്. അവിടെയൊന്നും തിരിച്ചടയ്ക്കണമെന്നുള്ളൊരു വ്യവസ്ഥ കൊടുത്തായിട്ട്, ഇതെല്ലാം PPP മോഡലിലുള്ള പദ്ധതികൾ തന്നെയാണ്. പക്ഷേ അവിടെയൊന്നും തിരിച്ചടയ്ക്കണമെന്നുള്ളൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടില്ല. ഈ വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അതാണ് ഒരു വലിയ വിമർശനമായിട്ട് ഉയരുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തോട് അങ്ങനെ ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുന്നത് എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമായി ഉയരുന്നത്. ഇനി നമുക്ക് തുറമുഖങ്ങളുടെ കാര്യം ഒന്ന് പരിശോധിക്കാം. ഇപ്പം തുറമുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴി ധനസഹായം നൽകുന്നുണ്ട്. ഈ സ്ഥാപനം വഴിയായിട്ട് ഏതാണ്ട് 8200 കോടി രൂപയാണ് ഈ അടുത്ത കാലത്തായിട്ട് ഈ ഗ്രാൻഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള 20 തുറമുഖങ്ങൾക്കാണ് ഈ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി എന്ന സ്ഥാപനം വഴി ധനസഹായം നൽകുന്നത്. അതിൽ ആന്ധ്രാപ്രദേശിന് കിട്ടിയിരിക്കുന്നൊരു കണക്ക് നമുക്ക് നോക്കാം. ആന്ധ്രാപ്രദേശിലെ 3 തുറമുഖങ്ങൾ, രാമയപട്ടണം, ഭവനപാട്, മച്ചിലിപട്ടണം എന്നീ 3 തുറമുഖങ്ങൾക്ക് ഈ കമ്പനി വഴി ഗ്രാൻഡ് അനുവദിച്ചിട്ടുണ്ട്. 3000 കോടി രൂപ ഈ സംസ്ഥാനത്തെ ഈ 3 തുറമുഖ പദ്ധതികൾക്കായി ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മറ്റ് പല അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും, അത് റെയിൽവേ ആകട്ടെ, റോഡാവട്ടെ, മറ്റേതെങ്കിലും പദ്ധതികളാവട്ടെ എന്ന് മാത്രമല്ല തുറമുഖ പദ്ധതികൾക്ക് ഇതുപോലെ തന്നെ ഗ്രാൻഡായിട്ട് കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തെ തുറമുഖങ്ങളുടെയും തുറമുഖ അധിഷ്ഠിത അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് സാഗർമാല പദ്ധതി എന്ന് പറയുന്നത്. ആ സാഗർമാല പദ്ധതി വഴിയായിട്ട് തുറമുഖങ്ങളും കോസ്റ്റൽ ബർത്തുകളും വികസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾക്കും വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട്. ഈ സാഗർമാല പദ്ധതിയിലും ഉൾപ്പെടുത്തി പല രീതിയിൽ ഉള്ള
തുറമുഖങ്ങൾക്കും ബർത്തുകൾക്കും ഡ്രഡ്ജിങ്ങിനും ഒക്കെ ധനസഹായവും ഗ്രാൻറ്റും എല്ലാം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട്. അതായത് മറ്റ് പല സംസ്ഥാനങ്ങളിലും, തീരദേശ സംസ്ഥാനങ്ങളിൽ പലതിനും തുറമുഖങ്ങളുടെ വികസനത്തിനും അതുപോലെ ഡ്രഡ്ജിങ്ങിനും തുറമുഖ അധിഷ്ഠിത അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും ഒക്കെയായിട്ട് കേന്ദ്ര സർക്കാർ തിരിച്ചു പിടിക്കാത്ത ഗ്രാൻഡായിട്ട് ധനസഹായം നൽകുന്നുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്രയും വലിയൊരു തുറമുഖം, രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ്, ഒരുപക്ഷെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു മേജർ തുറമുഖമായിട്ട്, ഒരു വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് മാറാൻ സാധ്യതയുള്ള, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള ഒരു തുറമുഖ കവാടമായി മാറാൻ കഴിയുന്ന വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ 5 നയാ പൈസയുടെ സഹായം കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ VGF എന്ന പേരിൽ മാത്രമല്ലാതെ പല തുറമുഖങ്ങൾക്കും പല രീതിയിലുള്ള ധനസഹായവും ഗ്രാൻറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല PPP മോഡലിൽ തന്നെയുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം ഗ്രാൻറ്റും നൽകിയിട്ടുള്ളതിൻ്റെ നിരവധി തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയുന്നുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 817.80 കോടി രൂപ VGF ആയി വിഴിഞ്ഞം പദ്ധതിക്ക് കൊടുക്കുമ്പോൾ അത് അടയ്ക്കണം എന്നുള്ള കർക്കശമായ വ്യവസ്ഥയോടുകൂടിയാണ് നൽകിയിരിക്കുന്നത്. എന്നിട്ട് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഇത് കേന്ദ്രം നടപ്പാക്കിയ പദ്ധതിയാണ്, നന്ദി മോദിജി എന്നുള്ള ഫ്ലക്സുകളും ബാനറുകളും ബോർഡുകളും ഒക്കെ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇത് കേന്ദ്രം നടപ്പാക്കിയ ഒരു പദ്ധതിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. കേരള സർക്കാർ, സംസ്ഥാന സർക്കാർ ഏതാണ്ട് 62% മുതൽ മുടക്കിയാണ് ഈ പോർട്ട് വികസിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയിൽ മുൻകൈയിൽ തന്നെയാണ് ഈ വലിയ തുറമുഖ പദ്ധതി ഉണ്ടാവുന്നത്. സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്നും വരുമാനം കിട്ടും, അല്ലെങ്കിൽ ലാഭവിഹിതം പ്രവർത്തനക്ഷമമാകുമ്പോൾ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് തിരിച്ചടയ്ക്കണം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ മനസ്സിലാക്കേണ്ട, കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ പണം പല രീതിയിൽ ഈ തുറമുഖം പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ പോർട്ട് വഴി കയറ്റിറക്കുമതി നടക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന തീരുവകളടക്കമുള്ള എല്ലാ കാര്യങ്ങളും, അതിൽ നിന്ന് ലഭ്യമാവുന്ന GST അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ രീതിയിലുള്ള നികുതി വരുമാനത്തിൻ്റെ വലിയൊരു വിഹിതം പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ്. അതുമാത്രമല്ല, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതുണ്ടാക്കുന്ന സംഭാവന എന്ന് പറയുന്നത് വലിയ ഒരു നമുക്ക് ഇമാജിൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലൊക്കെ ഒരു വലിയ പ്രോജക്റ്റ് വരുമ്പോൾ അതിനകത്ത് ഒരു 100-100 കോടി രൂപയുടെ പോലും സഹായം ഗ്രാൻഡായിട്ട്, അത് ഒരു സഹായമായിട്ട് കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു കേന്ദ്ര സർക്കാർ സമീപനം വളരെയധികം പരിതാപകരമായ ഒന്നാണ്. അത് നമ്മളെല്ലാം നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. കേരളം ഈ ഇന്ത്യക്കകത്തുള്ളൊരു സംസ്ഥാനമല്ലേ എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു സമീപനമാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ വിഴിഞ്ഞത്തെ മാത്രമാണ് ഈ രീതിയിൽ ഒറ്റപ്പെടുത്തി തഴഞ്ഞിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ പ്രോജക്റ്റുകൾക്ക് വേണ്ടി VGF കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിലും തന്നെ തിരിച്ചടയ്ക്കണമെന്നുള്ള വ്യവസ്ഥ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഗ്രാൻഡായിട്ടും മറ്റു രീതിയിലുമൊക്കെ ഇത്തരത്തിൽ വലിയ തോതിൽ തുക കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഗുജറാത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പൂർണ്ണമായും സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഒരു പോർട്ട് എന്ന് പറയുന്നത് മുന്ദ്ര പോർട്ടാണ്. ആ തുറമുഖം എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് ഈ മുന്ദ്ര തുറമുഖം. ഈ മുന്ദ്ര തുറമുഖത്തിന് പോലും പല രീതിയിലുള്ള ധനസഹായം ഗുജറാത്ത് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനെക്കുറിച്ചൊക്കെ അവിടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ പോലും വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വഴിവിട്ട സഹായം മുന്ദ്ര പോർട്ടിന് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊക്കെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങളിരിക്കെ വിഴിഞ്ഞത്തെ മാത്രം ഞങ്ങൾ സഹായിക്കില്ല, വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാശ് തരില്ല എന്ന ഒരു നിലപാടിലേക്ക്, ഒരു വലിയ കർക്കശമായിട്ടുള്ള നിരാശാജനകമായിട്ടുള്ള നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് കേന്ദ്രം പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് കേരളം ഭരിക്കുന്നത് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു മുന്നണിയാണ്, അത്തരത്തിലുള്ള പാർട്ടികളുടെ ഒരു മുന്നണിയാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ത്യയുടെ ഭാവി വികസനത്തിൽ വലിയൊരു കവാടമായി മാറുന്ന
ഒരു പോർട്ടിനെ, ഒരു തുറമുഖത്തെ പാടെ തഴയുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒന്നാണ്. എന്നിട്ട് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഞെളിഞ്ഞിരുന്നുകൊണ്ട് ഇതെല്ലാം ഞങ്ങളാണ് നടപ്പാക്കിയത് എന്ന് പറയുന്നത് വളരെയധികം പരിഹാസജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഈ രാജ്യത്തെ നയിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ആളുകൾ മനസ്സിലാക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.